ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസിൽ ഈ വന്നിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചില കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പബ്ലിക് എക്സാമിന് ഈ ഒരു തെറ്റ് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The third term of a geometric progression is 4. Find the product of first 5 times. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് പറഞ്ഞുള്ളത്. ഈ ജോമെട്രിക് പ്രോഗ്രഷന്റെ തേർഡ് ടേം നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. ദാറ്റ് മീൻസ് A3 എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത് പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ആണ്. ആദ്യത്തെ 5 ടേംസിന്റെ പ്രൊഡക്റ്റ്. ദാറ്റ് മീൻസ് A1, A2, A3, A4, A5 ഇത്രയും ടേംസിന്റെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രൊഡക്റ്റ് ആണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. 1.5 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ A3 ഇവിടെ ഓൾറെഡി ഗിവൺ ആണ്, 4 ആണ്. ദാറ്റ് മീൻസ് AR² is equal to 4 നമുക്ക് എഴുതാം. കാരണം നമ്മുടെ തേർഡ് ടേമിന്റെ ജനറൽ ഫോർമാറ്റ് വെച്ച് നമുക്ക് പറയാം എന്താണ് AR² എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇതിവിടെ നിൽക്കട്ടെ. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് നമുക്ക് ആകെയുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത്. ഇനി A1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മക്കളെ, നമ്മുടെ ഫസ്റ്റ് ടേമിനെ നമ്മൾ A എന്നാണ് ഡിനോട്ട് ചെയ്യാം. ഇൻറ്റു A2 എന്ന് പറയുമ്പോൾ എന്താണ് AR ആണ്. A3 എന്ന് പറയുമ്പോൾ AR². ദെൻ A4 എന്ന് പറയുമ്പോൾ AR⁻3. A5 എന്ന് പറയുമ്പോൾ AR⁻4. അപ്പൊ ഇതിനെ എല്ലാത്തിനും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന് ആൻസർ ആണ് വേണ്ടത്. എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A എത്ര ടൈംസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയേ. 1, 2, 3, 4, 5. ദാറ്റ് ഈസ് AR⁻5 ഇൻറ്റു R⁻2. R-ന്റെ പവേഴ്സ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 1 ആണ് R-ന്റെ പവർ. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? മൊത്തത്തിൽ 10 ആണ് കിട്ടുക. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. A⁻5 ഇൻറ്റു R⁻10 ഇതാണ് നമുക്ക് വേണ്ടത്. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളത് AR² is equal to 4. അപ്പൊ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് A5 ഇൻറ്റു R⁻10 എന്ന് പറയുന്നതിന് എനിക്ക് AR² whole⁻5 എന്ന് എനിക്ക് എഴുതാലോ അല്ലെ. അതായത് ഇവിടെ എയുടെ പവർ 5 ആണ്, R-ന്റെ പവർ എന്ത് വരും? 2 × 5 എന്ന് പറയുമ്പോൾ 10 വരും. അപ്പൊ ഈ ടേമിന് അതായത് ഈ പറഞ്ഞിട്ടുള്ള ആളുടെ 5th പവർ ആണ് ഈ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 4⁻5 എന്ന് എഴുതാം. ഇനി 4⁻5 എന്ന് പറഞ്ഞാൽ 4 × 4 × 4 അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പൊ ചിലവർക്കൊക്കെ 2ന്റെ പവേഴ്സ് ഒക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പൊ 4ന് എനിക്ക് 2⁻2 എന്ന് എഴുതാം whole⁻5. ദാറ്റ് മീൻസ് 2⁻10 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1024 ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 1.5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ളത് ആദ്യമേ തന്നെ എഴുതി വെക്കുക. അതുപോലെ തന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് സൈഡിൽ എഴുതി വെക്കുക. അപ്പോഴായിരിക്കും നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. ഇത്തവണ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1.5 മാർക്കാണുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് which term of the GP 2832 etc is 32,768. That means ഇവിടെ ഒരു GP നമ്മുടെ കയ്യിൽ ഗിവൺ ആണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള 2, 8, 32 etc. ഇതാണ് നമ്മുടെ GP. ഈ GPയുടെ എത്രാമത്തെ ഒരു ടേം ആണ് ഈ പറഞ്ഞ 32,768. അത് എത്രാമത്തെയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഏതോ ഒരു ടേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രാമത്തെ ടേം ആണെന്നാണ് ചോദ്യം. അതായത് AN is equal to 32,768 ആണ്. ഇനി നമുക്ക് N-ന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സംഭവം ചെയ്തു. അപ്പൊ ഇനി ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ GPയിലുള്ള ഏതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ടേം ഏതാണ്, അതേപോലെ തന്നെ കോമൺ റേഷ്യോ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വയ്ക്കുക. ഇവിടെ നമ്മുടെ GP നോക്കിയാൽ തന്നെ അറിയാം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. കോമൺ റേഷ്യോ നമുക്കറിയാം എന്താണ്? ഇവിടെ 2 × 4 ആണ്, 8 × 4 ആണ്. സോ 4 ഈസ് ദ കോമൺ റേഷ്യോ. ഇപ്പൊ നമ്മൾ 4 ആണ് കോമൺ റേഷ്യോ എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി AN-ന്റെ ജനറൽ ഫോർമാറ്റ് നമുക്കറിയാം എന്താണ്? AR⁻n−1. ഇതാണ് ഈ പറഞ്ഞ 32,768. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ എയും ആറൊക്കെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ A എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. R എന്ന് പറയുന്നത് 4 ആണ്. സോ 4⁻n−1 is equal to 32,768. ഇനി ഇവിടെ 2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ഡിവിഷനിലേക്കാവും. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 4⁻n−1 is equal to 32,768 divided by 2. അപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് എന്തായിരിക്കും വരിക? 4⁻n−1 is equal to ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 1 വരും, ഇവിടെ 6 വരും, ഇവിടെ നമുക്ക് 3 വരും. 16ൽ 8 ടൈംസ്, 8ൽ 4 ടൈംസ്. സോ 16,384 എന്ന് വന്നു. അപ്പോൾ 4⁻n−1 is equal to 16,384. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഇവിടെ ലെഫ്റ്റിലുള്ളത് 4ന്റെ പവർ ആയിട്ടാണ് നമുക്ക് n-1 കിടക്കുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലും 4ന്റെ പവർ ആക്കി എഴുതണം, എങ്കിൽ മാത്രമാണ് നമുക്ക് പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിനെ 4ന്റെ പവർ ആക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 16,384നെ ജസ്റ്റ് നമ്മൾ 4 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4ൽ എത്ര ടൈംസ് ഉണ്ടെന്നത് കിട്ടും. സോ ഇവിടെ ഏറ്റവും ആദ്യം ഇവിടെ 4 വരും, അതിനുശേഷം നമുക്ക് ഇവിടെ 0 വരും. 38ൽ 9 ടൈംസ് ആണ്, ദെൻ 24ൽ 6 ടൈംസ്. എഗെയിൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 0 2 16ൽ 4 ടൈംസ് ആയിരിക്കും. വീണ്ടും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സോ നമുക്ക് ഇവിടെ 2 വരും. 22ൽ 5 ടൈംസ്, 24ൽ 6. ദെൻ വീണ്ടും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെ 6 വരും. എഗെയിൻ 64 വരും. വീണ്ടും 4ൽ ചെയ്യുക, സോ 16ൽ ചെയ്യുമ്പോൾ വീണ്ടും 4 4. അപ്പോൾ എത്ര ടൈംസ് ഇവിടെ 4 വന്നിട്ടുണ്ട്? 1 2 3 4 5 6 7. എത്ര ടൈംസ് ആണ്? നമുക്ക് 7 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഈ 16,384 എന്ന് പറയുന്നത് 4⁻7 ആണ്. ഇനി ഇവിടെ 4⁻n-1 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും 4 ആണുള്ളത്, 4ന്റെ പവേഴ്സ് ആണ്. സോ പവേഴ്സിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് n-1 is equal to 7, n is equal to 7 plus 1, that is n is equal to 8. ഇതിന്റെ മീനിങ് എന്താണ്? 8th ടേം ആണ് നമ്മളടുത്ത് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഈ ഒരു 32,768 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? ഈ ഒരു GPയുടെ 8ാമത്തെ ടേം ആയിരിക്കും എന്നാണ് നമുക്ക് വരിക. ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതാരും മിസ് ചെയ്തിട്ടുണ്ടാവില്ല. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതേപോലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP is 60. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണുന്നുണ്ടാവില്ല, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ ഈ ഒരു ചോദ്യം അതേപോലെ ചോദിക്കാറുണ്ട് കേട്ടോ. ആദ്യത്തെ 3 ടേംസിന്റെ എന്ന് തന്നിട്ടുണ്ട്, സം ആണ് നമുക്ക് തന്നിട്ടുള്ളത് 16 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് A1 പ്ലസ് A2 പ്ലസ് A3. ആദ്യത്തെ 3 ടേംസ് അവരുടെ സം എന്ന് പറയുന്നത് എന്താണ്? 16. ഇപ്പൊ തന്നിട്ടുള്ള കാര്യം നമ്മൾ എടുത്തെഴുതി. അടുത്തത് പറഞ്ഞിട്ടുള്ള എന്താണ്? ദ സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ്. അടുത്ത 3 ടേംസ് എന്ന് പറയുമ്പോൾ ഏതാണ്? A4 പ്ലസ് A5 പ്ലസ് A6. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എന്താണ്? 128. അത് നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത ഡിറ്റർമൈൻ ദ ഫസ്റ്റ് ടേം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫസ്റ്റ് ടേം എന്താണെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് A കണ്ടുപിടിക്കണം. അതേപോലെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം, R കണ്ടുപിടിക്കണം. ആൻഡ് ദ സം ടു n ടേംസ്, ദാറ്റ് മീൻസ് SN എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം A1 പ്ലസ് A2 പ്ലസ് A3 തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, A ആണ്. പ്ലസ് A2 എന്ന് പറഞ്ഞാൽ AR ആണ്. A3 എന്ന് പറയുമ്പോൾ AR² ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 16 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കി A4 എന്ന് പറയുമ്പോൾ എന്താണ്? AR⁻3, A5 എന്ന് പറയുമ്പോൾ AR⁻4, A6 എന്ന് പറയുമ്പോൾ AR⁻5 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 128. അപ്പൊ 2 ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഈ 2 ഇക്വേഷൻസ് വെച്ച് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ എല്ലാത്തിലും R³ കോമൺ ആയിട്ടുണ്ട്, Rന്റെ 3rd പവർ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ R⁻3നെ പുറത്തെടുത്താൽ ബാക്കി എന്താണുള്ളത്? A പ്ലസ് AR പ്ലസ് AR⁻2. ഇതാണ് ഇതെന്ന് പറയുന്നത് 128. ഇനി എന്താണ് ഈ A പ്ലസ് AR പ്ലസ് AR²? ഓൾറെഡി നമുക്കറിയാം എന്താണ്? വിച്ച് ഈസ് 16. അത് ഓൾറെഡി നമുക്കറിയാം 16 ആണെന്ന്. സോ ഈ ഒരു കാര്യം എന്താണെന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സോ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എന്ത് വരും? R³ ഇൻറ്റു 16 ഇസ് ഈക്വൽ ടു 128 എന്ന് കിട്ടി. സോ R³ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരിക? R³ ഇസ് ഈക്വൽ ടു 128 ഡിവൈഡഡ് ബൈ 16 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ R³ is equal to 128 divided by 16, that is R³ is equal to 8 എന്നാണ് നമുക്ക് വരിക. ഓക്കെ, ആരുടെ ക്യൂബ് ആണ് 8 എന്ന് പറയുന്നത്? 2ന്റെ ക്യൂബ് ആണ്. സോ R³ is equal to 2³. സോ R is equal to 2 എന്നാണ് നമുക്ക് വരിക. അപ്പൊ നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടി. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ട എന്താണ്? നമ്മുടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. A എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് A പ്ലസ് AR പ്ലസ് AR². A പ്ലസ് AR പ്ലസ് AR² ഇസ് ഈക്വൽ ടു 16. അപ്പോൾ ഓൾറെഡി നമുക്ക് R എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ എന്ത് വരും? A പ്ലസ് A ഇൻറ്റു R എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് A ഇൻറ്റു 2ന്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 16. ദാറ്റ് ഈസ് A പ്ലസ് 2A പ്ലസ് ഇവിടെ നമുക്ക് 4A is equal to 16 വരും. That means 7A is equal to 16. A is equal to 16/7. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി. അപ്പോൾ നമുക്ക് കോമൺ റേഷ്യോ കണ്ടുപിടിച്ചു, ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. ഇനി നമുക്കുള്ളത് സം ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ സം കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കറിയാം 2 ഫോർമുലാസ് ഉണ്ട്. അത് കോമൺ റേഷ്യോനെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലേ? അപ്പോൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.
അല്ലെ? അപ്പൊ അത് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? എസ് എൻ എസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ എന്നുള്ള ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട, ഫൈനൽ ആൻസർ ഒന്നും വേണമെന്നില്ല. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എ എന്ന് പറയുന്നത് എന്താണ്? 16/7 ആണ്. ആർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2 റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ 2 മൈനസ് വൺ. ഇതിന് ഒന്നുകൂടി ഭംഗിയിൽ എഴുതുമ്പോൾ താഴത്തെ 2 മൈനസ് വൺ എന്ന് പറയുന്നത് 1 ആണ്. സോ എന്ത് വരും? 16/7 ഇൻറ്റു 2 റേസ് ടു എൻ മൈനസ് വൺ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് എൻ്റെ കുട്ടികൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് യൂഷ്വലി നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്ത ടൈപ്പ് ആയതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇവിടെ കൺഫ്യൂസിങ് ആവുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും ആദ്യം ആലോചിച്ച് വെക്കുക, ഇവിടെ നിന്ന് ഇതിനെ കണക്ട് ചെയ്യുന്ന കാര്യം. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആണ്. അപ്പോൾ ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ചോദിച്ചപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇനി മിസ് ചെയ്യാതിരിക്കുക, അടുത്ത എക്സാമിന് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.